അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നെയ്യൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ചെറിയ തേങ്ങ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുള്ളതാണ്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചിരകിയ തേങ്ങ എടുക്കാം. അപ്പൊ തേങ്ങയുടെ നനവ് അങ്ങ് പൂർണ്ണമായിട്ട് മാറേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ആ നെയ്യായിട്ട് ഒന്ന് യോജിച്ച് കിട്ടണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ. നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര പൊടി ആയതുകൊണ്ടാണ് നേരിട്ട് ഞാൻ തേങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകി വരണം. നമ്മളെടുത്ത ശർക്കരയുടെ അളവ് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് ശർക്കര വരെ എടുക്കുക. അപ്പോൾ ശർക്കര എല്ലാം തേങ്ങയായിട്ട് യോജിച്ച് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയൊന്നുമില്ലാതെ സാധാരണ ഏലക്കയുടെ ആ തരി മാത്രം വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, തൊണ്ട് മാറ്റിയിട്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര പൊടി ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി പരിപ്പോ നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ശർക്കരയും തേങ്ങയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു അയഞ്ഞ പരുവത്തിലാണ് കിട്ടുന്നത്. ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഡ്രൈ ആക്കരുത്. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു പരുവം ആവണം, ഒരു അയഞ്ഞ പരുവം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് നല്ലോണം സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് മാമ്പഴമാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള നാരൊന്നും ഇല്ലാത്ത മാമ്പഴം നോക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല ഫൈനായിട്ടുള്ള വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എത്ര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടോ അതേ അളവിൽ തന്നെയാണ് മാമ്പഴം എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് മാമ്പഴം കട്ട് ചെയ്തതാണ് എടുക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള മധുരമുള്ള നാരുകളൊന്നും ഇല്ലാത്ത മാമ്പഴം നോക്കി എടുക്കുക. 1/2 കപ്പ് മാമ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം എത്രയാണോ നമുക്ക് അരച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ ഏലക്കപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നല്ല മധുരം കുറഞ്ഞ മാമ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് നോക്കുക. ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് അരച്ചിട്ട് എടുക്കുക. നമ്മൾ ഇലയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒഴുകി പോകാതെ പരത്തി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറി ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പരുവത്തിന് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുള്ളൂ.
ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കനം കുറച്ചിട്ട്. കണ്ടില്ലേ, ഈസിയാണ്, നമുക്ക് മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്തോ അറ്റത്തോ വെച്ച് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ച് വെക്കണ്ട, ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ടറ്റത്തും അങ്ങ് വെക്കണ്ട, ഈ ഒരു നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഉടനെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഏത് പാത്രത്തിലാണോ നിങ്ങളിത് ആവിയേറ്റാൻ പോകുന്നത് ആ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് വേണം ഇത് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഇത് രണ്ട് വശത്തു നിന്നും ഒലിച്ചിറങ്ങും. ഞാനിപ്പോൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തു. നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പം നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മാറിയിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പം നമ്മുടെ ഇലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാമ്പഴം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നേന്ത്രപ്പഴവും ചക്കപ്പഴം വെച്ചിട്ടല്ലേ ഇത് ചെയ്യാറുള്ള ഇലയുടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാമ്പഴം വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇലയുടെ തയ്യാറാക്കി നോക്കുക. പഞ്ഞി പോലെ അത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.